അല്ല, പ്രതിപക്ഷം എന്നാലും കുറെ കൂടി ഉത്തരവാദിത്ത ബോധത്തോടെ ഇക്കാര്യത്തെ സമീപിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ കുറ്റപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടല്ല ചോദിക്കുന്നത്. അല്ല, ഞാനത് ഇപ്പോൾ അതിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം അങ്ങനെ ഉത്തരം പറഞ്ഞ് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഷിലൂർ പോയപ്പോൾ ഒരുപാട് പരാതികൾ അവിടുത്തെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഷിലൂർ കണ്ടൊരു പ്രത്യേകത, ഈ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് അവിടെ രക്ഷാപ്രവർത്തനം കാണാൻ വന്നിരുന്നു. പക്ഷെ ഒരു വാക്ക് ഞങ്ങളൊരാഴ്ചക്കാലം അവിടെ ഉണ്ടായിരുന്നല്ലോ, ഒരു വാക്ക് അവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരെ പറഞ്ഞില്ല. പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനെ ഒരു ക്രെഡിബിലിറ്റിയെ തകർത്താൽ അത് നമ്മുടെ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കും, ജനങ്ങളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും, ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു സമീപനം. കേരളത്തിൽ സുനാമി വന്നപ്പോൾ അന്ന് DYFIയുടെ ഒരു പ്രവർത്തകനായിരുന്നു, ഞാനിപ്പോഴും ഓർക്കുന്നു, ശക്തമായ സമരം മറ്റൊരു വിഷയത്തിൽ മന്ത്രിമാർക്കെതിരെ നടത്തി വരികയാണ്. ഞങ്ങൾ ഭീകരമായ മർദ്ദനമൊക്കെ ഏറ്റുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. അപ്പോഴാണ് സുനാമി വരുന്നത്. ഉടനെ DYFI സുനാമി വന്നതിൻ്റെ ഭാഗമായ സമരം താൽക്കാലികമായി നിർത്തി. സുനാമിയുടെ രക്ഷാപ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാരിനോടൊപ്പം ഇറങ്ങാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. അന്ന് കേരളത്തിലെ മന്ത്രിമാർ ഈ സമരം നടക്കുന്ന സമയമൊക്കെ ആയി നിൽക്കുമ്പോൾ മന്ത്രിമാർക്കെതിരെ വലിയ വികാരം ഉണ്ടായിരുന്നു. സുനാമി ബാധിത പ്രദേശത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിലുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ചിലയിടങ്ങളിൽ തടയുന്ന സ്ഥിതി ഉണ്ടായി. ബഹുമാനപ്പെട്ട VS അന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. രണ്ടുപേരും നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന ഒരു തരത്തിലും മന്ത്രിമാരെ വഴി തടയാൻ പാടില്ല, അവരെ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ നയിക്കാൻ വേണ്ടി എത്തിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്നായിരുന്നു പ്രസ്താവന. അതാണ് ഞാനിപ്പോൾ ഇതിന് മറുപടിയായി പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും എല്ലാം വരേണ്ടതെല്ലാം അതിൽ വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അതുകൊണ്ട് ഈ തർക്കങ്ങളല്ല വേണ്ടത്. കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യത്ത് തന്നെ മാതൃകയായ ഒരു സംസ്ഥാനം, ആ നിലയിൽ തന്നെ ഇക്കാര്യങ്ങളിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന ശരിയായ ഒരു വിലയിരുത്തലാണ് മന്ത്രി നടത്തുന്നത്.